ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പുറങ്ങി എണീറ്റതാണ് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ ഇന്നലെയൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു. രാത്രി പനിച്ച് അപ്പോൾ തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരാളെൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാരക്ടർ ചലഞ്ച് വീഡിയോ ചെയ്യണം, ഇന്ന് വീട്ടിലത്തെ എല്ലാ പണിയും ഞാനാണ് ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്തോ. അപ്പോൾ എന്തായാലും ആദർശയുടെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോയിട്ട് എന്തായാലും മേലെ എടുക്കട്ടെ. മേലെ എഴുതിയിട്ടാണെങ്കിൽ താഴെ പോകണല്ലോ. എന്നിട്ട് നമുക്ക് നോക്കാം ആളെന്തൊക്കെ ചെയ്യുന്നത്. ഗൈസ്, എൻ്റെ കുളി കഴിഞ്ഞിട്ടാ. ഇനി താഴത്ത് പോട്ടെ. കണ്ണൊക്കെ ആകെ റെഡ് കളറായി, നീർവീഴ്ചയുണ്ട്, അതുപോലെ തന്നെ പനിക്കുന്നുണ്ട് ഗൈസായിട്ട്. പിന്നെ ഞാൻ താഴെ പോയി നോക്കട്ടെ കേട്ടാ. വാതിൽ കുറിച്ച് കിട്ടട്ടെ. ഗൈസ്, ആദർശാണ് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് എൻ്റെ പണി വീഡിയോ എടുത്തു കൊടുക്കല് മാത്രം. പഴമക്കാള പാത്രം കാണിച്ചു പുറത്തോ. ഇന്ന് ഞങ്ങൾ തമ്മിൽ ഇനി എത്ര അടി കഴിയുന്നെനിക്ക് ഒട്ടിനെ അറിയത്തുള്ളൂ. ഇഡ്ലി ചെമ്പ് എടുത്താൽ മതി. ഇഡ്ലി ചെമ്പ് ആ, ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഇവിടുത്തെ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ടു. നാളെ ഇവിടെ അടിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ വിട്ടു. ഇന്ന് അവിടുത്തെ അടിച്ചോരുടെ ആരാണ്? ആദർശേട്ടൻ. പോന്നോ. അങ്ങനെ മുറിച്ചിട്ടോ. അട്ടമോളായിട്ട് ഇനി പുറത്ത് ചാടുന്ന കാണാം നമുക്ക്. ഇന്നത്തെ ഫുള്ള് ഇന്നലെ ഒരാള് ഡയലോഗ് അടിച്ചിണ്ടായി എന്റെ അടുത്ത്. ചൂലെടുക്ക് എന്നിട്ട് ജിമ്മ പോണം വേഗം. ആ ചൂലല്ല, ഉമ്മറം ഹോള്, അതാണ് ആദ്യം ഞാൻ അടിച്ചു വരാറ്. റൂമോള് ഇതവിടെ ചൂലേ, ഇതാ മുകളിൽ നോക്ക്. കാപ്പിക്ക് തൽക്കാലം ഞാൻ വെള്ളം വെക്കാം. അതോട് വെച്ചിട്ട് വേണം അടുത്തതിന്. അയ്യോ എനിക്ക് അയ്യേ ജീവിച്ചാ മതിയേ. പരത്തിയിട്ട സാധനങ്ങളൊക്കെ സോഫ ആദ്യം കുടഞ്ഞു ഇരിക്കണം. ഇതോ ഇതൊക്കെയോ ഇതൊക്കെ ചവിട്ടി ഒന്ന് പൊക്കിയാ കൊള്ളാം. വേണ്ട, ചവിട്ടി ഇന്നലെ ഞാൻ പൊക്കി തുടച്ചതാ. അതൊക്കെ എന്താ? അതൊക്കെ ഒരു കോട്ട് കിട്ടിയില്ലേ? എവിടുന്ന്? നമുക്ക് വേണ്ടേലും ആർക്കും കൊടുക്കാം. മറ്റേ ചെറിയ പഴയ കോട്ടില്ലേ, വെള്ളക്കോട്ട നീല. ഗൈസ്, ചവിട്ടി ഞാൻ ഇന്നലെ ഫുള്ള് പൊക്കി തുടച്ചതാട്ടോ. അത് കാരണം അധികം പൊടി ഉണ്ടാവില്ല. ഇവിടെ മാത്രം അടിച്ചിട്ടാ മതി.
റൂം ഞാൻ അടിച്ചു വാരി, ഇതാ പൊടി ഉണ്ടാവില്ല. ആ റൂം വൃത്തിയാക്ക്. ബെഡ്ഷീറ്റ് ഒന്ന് ഇതായി അവിടെയൊക്കെ ഓരോന്ന് വലിച്ചു വാരി ഇട്ടേക്കുന്നു. ഇതൊക്കെ ഇപ്പൊ വലിച്ചു വാരി ഇട്ടതാണ് കേട്ടോ. കർട്ടൻ ഏതാ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെ വെച്ചു, നമുക്ക് പോകുമ്പോ എല്ലാം പറഞ്ഞു ഉള്ളത് ഞാൻ വൃത്തിയായി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ടേ. എന്താ അഭിനയം. അടീന്നൊക്കെ അടിക്ക്. ഇതവിടെ എന്താ സാധനം ചേട്ടൻ കുടഞ്ഞിട്ടപ്പോ വീണത് കട്ടിലിന്റെ അടിയില്. അത് തട്ടിട്. അതൊക്കെ അടിച്ചു വാരി എടുക്ക്. ആ പേനോ ക്ഷീണിച്ച് ചവിട്ടി കുടഞ്ഞോളൂ. ചവിട്ടിക്ക് തോന്നുന്നുണ്ടായിരുന്നല്ലേ. സോഫ കുടയണം. സോഫ കുടയണോ? ആ ചേഞ്ച് വേണ്ട. വിശക്കുണ്ട്. ആ സോഫ കുടഞ്ഞു ഇരിക്കുക. അതിലൊക്കെ നിറച്ചിന്നലെ നമ്മളാക്കി എന്തോ ആക്കിയിട്ട് നിറച്ചിട്ടുണ്ട്. പഴത്തിൽ വെള്ളം വെച്ചിട്ടില്ല, ഒന്ന് പോയി നോക്കണോ? ഇത് വിരിക്കരുത്. തിരികെ എന്നാ അത് പണി കഴിഞ്ഞല്ലോ. വൃത്തിയില് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട്. അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ല. ആ റൂമ് രണ്ടെണ്ണം അടിക്കണ്ട. ആ റൂം ഇന്നലെ അടിച്ചതാ. അതിപ്പോ മോൻ അത് മോപ്പ് അതിന്റെ ഉള്ളിൽ കേറിയതാ. അയ്യോ തോണ്ടി വിട്ട്. മോൾ വശമൊക്കെ ഒന്ന് അടിച്ചു വന്നാലോ? സ്റ്റെപ്പ് ഞാൻ എന്താ അങ്ങനെയല്ല, അപ്പുറം ഇപ്പുറം കൂട്ടി പിടിക്കില്ലേ? എത്ര ചൂടായോ? ഇത്ര മതി, ചെറിയ ഹാഫ് വേവ് മതി. നല്ല പഴുത്തി ഇടിയാണ്, അതാ ടേസ്റ്റ്. എന്നാ കുറച്ചിട്ട് ഇപ്പുറത്തെ ഗ്യാസ് കത്തിച്ചു കൂട്ടിയിട്ട ചിലപ്പോ അടി പറ്റി. അതിനാണ് ഒരു പ്രശ്നം. അയ്യോ താഴെ അയ്യോ എന്റെ അച്ഛൻ വിചാരിക്കണ്ടാവും പാവന്റെ മോനെ. വെറുതെ നിൽക്കാൻ പാടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒറ്റ കഞ്ചാവ് സോമനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങിയതിന്റെ തൂക്കില്ല ഭാഗ്യം. വെള്ളം കാണാം. അപ്പൊ രാജേട്ടൻ നമ്മളെങ്ങാനും പോയെടുത്തോ പശുവിനെ കൊടുത്തോളൂ. അയക്കി ഒഴിച്ചിട്ടോ പറഞ്ഞിട്ട് അതാ അതല്ലേ ചെറുത്. എന്റെ അടിയിൽ കുറച്ച് ചോറുണ്ടാവും, ഇളക്കി ഒഴിച്ചു.
ഞാൻ അവിടെയൊക്കെ മോൻ തന്നെ തുടക്കേണ്ടി വരും. ഈശ്വര, ഇനി ഇവിടെയൊക്കെ വെള്ളം മുക്കി വെക്കുക. അതുകൊണ്ടല്ല അവിടെ. അയ്യോ എന്റെ ഭഗവാനെ. ഞാൻ നോക്കിയോളാം മോളെ, നമ്മളിതൊക്കെ കൊറേ കണ്ടതാ. സ്വപ്നം കണ്ടുണ്ടാവും. ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ പതയാവുന്നു. വെയിറ്റ് ഇത് ആക്രാന്തം കൂട്ടുന്നേ. ഇവിടെയൊക്കെ അതൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റിട്ട് വരുന്നത്. സോപ്പ് മാല കുറച്ചെടുത്തതാ. നീ കണ്ടോളി. നല്ല അത് ഊരിപ്പിഴിഞ്ഞിട്ടെടുക്ക്. അയ്യോ, അത് ഇതാക്കണതാ, കഞ്ഞൂറ്റണതാ. അതൊന്നും ഊരിപ്പിഴിയ. അതൊക്കെ അറിയി ഇങ്ങനെ പഠിപ്പിച്ച ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ ചെയ്തതാ. പെർഫെക്ഷൻ നോക്ക്. ഞാൻ എവിടെയും ഇതുവരെ തുടച്ചിട്ടാവില്ല. തന്നോ അയ്യോടി, ഇതുവരെ തുടച്ചുണ്ടാവില്ല. നിങ്ങൾ പറയും. അമ്മോ ടീമാക്ക്. അപ്പത്തേക്കോ അമ്മേ എന്നെ കൊന്നിട്ട് ടീമാക്ക്. അഭിപ്രായം വേണ്ട, ഞാൻ തോന്നും. എനിക്ക് കുറച്ച് മധുരം വേണ്ട. ഇങ്ങോട്ട് ചുമക്കണതല്ലേ. അപ്പൊ ഇത്ര നേരം ആകർഷക ഒരു പണിയൊക്കെ ചെയ്തു. ചെയ്യുന്ന വഴിക്ക് എനിക്ക് ഇരട്ടിപ്പണിയാണ്. എനിക്ക് കാണുമ്പോ എനിക്ക് പ്രാന്ത് വരും. കാരണം ഇങ്ങനെ ഇരട്ടിപ്പണി ഉണ്ടാക്കുക. അത് കാരണം പിന്നെ ആകർഷണം ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്തായാലും മരുന്ന് കുടിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ചായ കുടിക്കണം. ഇനി ജിമ്മിൽ പോകണം. കുറെ ആയി പോയിട്ട് ജിമ്മിക്ക്. കുറെ എന്ന് വെച്ചാൽ 1 മാസത്തിന് പുറമേ ആയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കല്യാണവും അതിന് ശേഷം പിന്നെ ഫുൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ലീവ് എടുത്തു. ഇനി ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ എവിടേക്കും ഒരു യാത്ര ഉണ്ടാവില്ല കേട്ടോ. ഇനി ഒരു വട്ടം തൃശ്ശൂർ പോകേണ്ട ഒരു ഞങ്ങളുടെ അമ്പലത്തിൽ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഇനി എവിടേക്കും ഒരു യാത്രയില്ല. ഇനി ഫുൾ ജിമ്മ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനാണ് ഇനിയിപ്പോൾ തീരുമാനം. ഈ 1 മാസം ഫുൾ അങ്ങനെ പോയി. ഇനിയിപ്പോൾ എന്തായാലും ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ജിമ്മിൽ പോകാൻ നോക്കട്ടെ കേട്ടോ. ഇനി പണികളുണ്ട്. വാഷിംഗ് മെഷീനിൽ തുണികളിടാണ്ട്. തുടച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ഫുള്ള് തുടച്ചതാട്ടോ. അത് കാരണം വലിയ വൃത്തികേടൊന്നുമില്ല. പക്ഷെ ഉമ്മറ ഭാഗം ഉണ്ടല്ലോ നിറച്ച് പൂച്ചക്കുട്ടികൾ ചവിട്ടിയിട്ടേ ആകെ ഇതാക്കിയിടും. അപ്പൊ അതൊന്ന് തുടച്ചിക്കണമായിരുന്നു. എന്തായാലും ആൾ ഇല്ല മരുന്ന് കുടിച്ചിട്ട് വരട്ടെ. എല്ലാ ദിവസവും ഇല്ലല്ലോ. എനിക്ക് പഴം ഞാൻ അങ്ങനെ കഴിക്കുമ്പോ ചേട്ടന് ഞാൻ പഴം അങ്ങനെ മുറിച്ചിട്ട് തരാറുണ്ട്. വട്ടനെ ക്ലാസ് എടുത്തില്ല അല്ലേ? അപ്പൊ ഇന്നത്തെ പണിയുള്ള കാര്യമൊക്കെ ഒരു തീരുമാനമായിട്ടോ. തീരുമാനമില്ല, ഫസ്റ്റ് നമ്മുടെ പാൻ കാർഡ് കാണാതെ കുറേ നേരം തപ്പി കുറേ നേരം അങ്ങനെ പോയി ടൈം. പിന്നെന്ന് വെച്ചാല് നമ്മുടെ കാറിന്റെ ടയർ പഞ്ചറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആദർശമായിട്ട് അത് നന്നാക്കാൻ വേണ്ടി പോവാ. അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം നടക്കില്ല. എങ്ങനെയൊക്കെ പോകണമെങ്കിലോ അപ്പൊ മഴയല്ലേ, ബൈക്ക് എടുത്ത് പോകണതിന് കുറച്ച് ലിമിറ്റില്ലേ. അപ്പൊ നമ്മള് കാറൊന്ന് വേഗം റെഡിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദർശമായിട്ട് അതിന് വേണ്ടി പോവാട്ടോ. അതെന്തായാലും ക്യാരക്ടർ ചേഞ്ചിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാർ ഓടിക്കാറില്ലല്ലോ. അപ്പൊ അതെന്തായാലും ആദർശമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളിടാണ്ട്. അപ്പൊ ആദർശമായിട്ട് അത് ഇടാൻ പോവാട്ടോ. ഇല്ല ഞാൻ കേട്ടോ നോക്കി പോണട്ടോ. പഞ്ചറായി ഗൈസ്. എന്ത്
ഹലോ, അപ്പം മഴ ഇപ്പം നല്ല കുറവായിട്ട് ആദർശേട്ടൻ പുറത്ത് പോയേക്കുക. അപ്പം ആദർശേട്ടൻ മിറ്റടിക്കാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പാവല്ലേ, ആദർശേട്ടൻ മിറ്റടിച്ചിട്ടൊന്നും ഒരു ശീലമില്ല കേട്ടോ. ഞാൻ ഇവിടെ തേങ്ങയൊക്കെ ഇടുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അല്ലാതെ ഇത് ഫുൾ അടുപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചേട്ടൻ പുറത്ത് പോയേക്കുക. അപ്പോൾ മഴ കുറഞ്ഞ സമയത്ത് ഞാൻ വേഗം മിറ്റടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും മിറ്റടിക്കട്ടെ കേട്ടോ. ഗൈസ്, ഇത് അടിച്ചു വരലൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. മഴക്കാലമായ കാരണം അടിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം ഓൾറെഡി മുറ്റത്ത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇലകളൊക്കെ വീണിട്ട് അത് കൊട്ടി പിടിച്ച് നിൽക്കും. അത് നമ്മൾ 2-3 വട്ടം ഇങ്ങനെ അടിച്ചാലാണ് വരുള്ളൂ. ചീവീട് ഭയങ്കര കരച്ചിലാ. എനിക്ക് വയ്യ, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഹലോ, അപ്പോ ആദർശേട്ടൻ വിളിച്ചിട്ടുണ്ടായിട്ടാ. അവിടുന്ന് ടയറൊക്കെ മാറ്റിയിട്ടിട്ടും കുറച്ച് ടൈം എടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ചോറ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് തിളപ്പിച്ചുവിട്ടാന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ആദർശേട്ടൻ വരുന്നത് കാണാതെ ഇപ്പം ഞാൻ കുറച്ച് തിളപ്പിച്ചുവിട്ട് ഞാൻ കഞ്ഞി കുടിച്ചു കേട്ടോ. പിന്നെ ആദർശേട്ടൻ പറഞ്ഞു ആദർശേട്ടൻ മീൻ വാങ്ങിക്കുന്നുണ്ട്, വെച്ചിട്ട് വയ്യ. അപ്പം ഞാൻ വേഗം ചോറ് വെച്ചു. ഇപ്പം മീൻ കറിക്കുള്ള എല്ലാ സംഭവങ്ങളും കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദർശേട്ടൻ വന്നു കഴിഞ്ഞാൽ വേഗം മീൻ നന്നാക്കിയിട്ട് കറി വെക്കാൻ വേണ്ടി കേട്ടോ. അപ്പം എന്തായാലും ഉമ്മറ അടിച്ചോരി തുടയ്ക്കാതെ ഞാൻ ഇടാറില്ല കേട്ടോ. ഉമ്മറയ്ക്ക് തുടച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതാണ്. അപ്പം ഞാൻ എന്തായാലും വേഗം ഉമ്മറ അടിച്ചോരി തുടക്കട്ടെ കേട്ടോ. ഉമ്മറ അടിച്ചോരി ഇതാണ് തുടയ്ക്കേ വേണ്ടു കേട്ടോ. ഇനി ഞാൻ എത്ര നേരായി വിളിച്ചേ. അയ്യോ ഇതല്ലേ ഗൈസ്, അപ്പം എനിക്ക് പണിയൊന്നും ഫുള്ളാക്കാൻ പറ്റിയില്ല. വണ്ടിക്ക് പണിണ്ടേന്, AC-ന്റെ പണി എടുക്കാണ്ടേന്. അപ്പം അതുകൊണ്ട് ഞാൻ പോകേണ്ടി വന്നേ. പക്ഷെ വേറെ കാര്യം കേട്ടോ, പറ്റുമ്പോഴൊക്കെ ചെയ്ത് കുറച്ചാണെങ്കിലും. പക്ഷെ കുറെ റിസ്ക് ഉള്ള പണിയൊക്കെ തന്നെയാണ് ഞാൻ സമ്മതിച്ചത്. അതാണ് അവളെ മുഖത്തൊരു ചിരിയുണ്ട. സംഭവം പണിയെടുക്കുന്നത് സമ്മതിക്കണം. ഞാനതിന് സമ്മതിക്കാണ്ട് നിന്നില്ല. പിന്നെ കുറച്ച് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ട് അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മളെടുക്കുന്ന പണിയിലും എല്ലാത്തിലും ഇതുണ്ടാവും. ആരും പിന്നെ ഈ കമൻറ്റിലൂടെ ട്രോളായിട്ട്. ഓക്കെ.